അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ശബഉൽ മൂബിഖാത്ത്. വൻഭാവങ്ങൾ ഏഴെണ്ണമാകുന്നു. അശ്ശിറുക്കു ബില്ലാഹ്, അതിൽ ഏറ്റവും വലുത് ഒന്നാമത്തത് അള്ളാഹുവിനെ കൊണ്ട് ശിർക്ക് വെക്കലാണ്. അള്ളാഹുവിനെ തൊട്ട് പങ്കുവെക്കലാണ്. ഏകനായ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിനോട് മാത്രമേ നാം സഹായം ചോദിക്കുകയും അവനെ മാത്രമേ നാം ആരാധിക്കുകയും ചെയ്യാം. അങ്ങനെ നാം എല്ലാം നമുക്ക് തൗഫീഖ് നൽകുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു തആലയാണ്. അവൻ്റെ കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നാം മാരിഫത്തുള്ള അള്ളാഹുവിനെ നാം അറിയുവാനും ശ്രമിക്കുക. വൻപാപങ്ങളിൽ മറ്റൊന്നാണ് പലിശ വാങ്ങുക എന്നുള്ളത്. പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെ തൊട്ട് നാം വിട്ടുനിൽക്കുക. അതും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതായൊരു കാര്യമാണ്. അതുകൊണ്ട് നാം പലിശയിൽ നിന്നും നാം വിട്ടുനിൽക്കുകയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടെങ്കിലും നാം അതിൽ നിന്ന് വിട്ടുനിൽക്കും. അങ്ങനെ അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാ മൻ അബ, സ്വർഗം വേണ്ടെന്ന് വെച്ചവർ ഒഴികെ. അതാരാണ്? മൻ അതാഅനി, എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. മൻ അസാനി, എന്നെ ധിക്കരിച്ചവൻ അവൻ നരകത്തിലും പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് നാം അള്ളാഹുവിനെ നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.